ഇടുക്കിയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ട് മറിയാൻ കാരണക്കാർ ആര്? പാർട്ടിക്ക് അതീതനായ മന്ത്രിയോ അതോ ജില്ലാ പ്രസിഡന്റോ? LDF സ്ഥാനാർത്ഥിക്ക് കേരള കോൺഗ്രസ് എം വോട്ട് കിട്ടാതെ അത് UDF സ്ഥാനാർത്ഥിക്ക് പോയതിന്റെ കാരണം മന്ത്രി റോഷിയുടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. പേഴ്സണൽ വോട്ടുകളാണ് തന്നെ വിജയിപ്പിക്കുന്നത് എന്നത് മന്ത്രിയുടെ അഹങ്കാരം നിറഞ്ഞ വാക്കുകളും ജില്ലാ കമ്മിറ്റിയിൽ ഭരണവിരുദ്ധ വികാരം സൂചിപ്പിച്ച നേതാവിനോട് മന്ത്രി കയർത്തതും പ്രവർത്തകർ നിശബ്ദതയോടെ സഹിച്ച് അമർഷം ഉള്ളിലടക്കി കഴിയുകയായിരുന്നു എന്ന് വേണം കരുതാൻ. മുന്നണി മാറ്റത്തെ വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യാതൊരുവിധ പ്രവർത്തനത്തിൽ ഇറങ്ങാതെ റോഷി തോൽക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു നടന്നിരുന്ന പകുതി കോൺഗ്രസും പകുതി കേരള കോൺഗ്രസുകാരുമായ പ്രവർത്തകരാണെന്ന് മന്ത്രിയുടെ സുഹൃത്ത് വലയത്തിലുള്ളത്. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ പോലും BJP അനുഭാവിയെ തിരുകി കയറ്റി മന്ത്രി തനിക്ക് വേണ്ടി പ്രവർത്തിച്ചവരോട് തികഞ്ഞ നന്ദികേടാണ് കാണിച്ചത്. ഇന്ന് മന്ത്രിക്ക് ഇടുക്കി നിയോജക മണ്ഡലത്തിലെ സമ്പന്നരുമായിട്ടുള്ള സഹവാസമാണ് ഇഷ്ടം എന്ന പരാതി സാധാരണ പ്രവർത്തകർക്കിടയിലുണ്ട്. ഇതൊക്കെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച പ്രവർത്തകരുടെ ഇടയിൽ മന്ത്രിയോട് നീരസം ഉളവാക്കിയിട്ടുണ്ട്. കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പ്രസിഡന്റ് പാലത്തിനാൽ പിന്നെ അങ്ങോട്ട് അഹങ്കരിച്ച് നടന്നതല്ലാതെ കേരള കോൺഗ്രസ് എം എന്നൊരു സംഘടന വളർന്നു വരുമെന്നോ ഈ സംഘടന വളർന്നു വലുതായാൽ മാത്രമാണ് മുന്നണിയിൽ തങ്ങളുടെ പ്രവർത്തന ശക്തി വെളിവാകുകയുള്ളൂ എന്നും മനസ്സിലാക്കാതെ അഹങ്കരിച്ച് നടന്നു. പാർട്ടിയിൽ ആരാണ് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമെങ്കിലും ഇത്തരം പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ സുഖിപ്പിക്കുന്ന ആളുകളെ സംഘടനയിലേക്ക് അടുപ്പിക്കുകയും മറ്റുള്ളവരെ മാറ്റി നിർത്തുകയുമാണ് ചെയ്തത്. ഇതും പ്രവർത്തകരുടെ ഇടയിൽ വളരെയധികം അമർഷമുണ്ടാക്കുകയും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് യാതൊരുവിധ പ്രവർത്തനത്തിനും സഹകരിക്കാതെ പ്രവർത്തകർ മാറി നിൽക്കുവാനും കാരണമായി. ഇനിയെങ്കിലും പാർട്ടി മാറ്റി ചിന്തിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വൻ തിരിച്ചടിയായിരിക്കും ഇടുക്കിയിൽ കേരള കോൺഗ്രസ് എമ്മിന് ഏറ്റുവാങ്ങേണ്ടി വരിക. അണികളല്ല നേതൃത്വമാണ് മാറേണ്ടത് എന്ന നിലപാട് പറയാതെ പറയുകയാണ് ഇടുക്കിയിലെ കേരള കോൺഗ്രസ് പ്രവർത്തകർ.